അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനം ആഘോഷവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷത്തെ ജീവിതത്തിനിടയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും, നരകത്തെ തൊട്ട് അകറ്റുന്ന എല്ലാ കാര്യവും റസൂലുള്ള പഠിപ്പിച്ചു തന്നു. പിന്നെ അതിലൊന്നും ഇല്ലാത്ത ഒരു നബിദിനാഘോഷം എങ്ങനെയാണ് നമുക്ക് അനുവദനീയമാവുക എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബി തങ്ങളുടെ ജീവിതത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വിധി വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അത് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് ഗവർണറായിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം പോവുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഒരു പുതിയ വിഷയം വരുമ്പോൾ അതിന്റെ വിധി നീ എവിടെ നിന്ന് കണ്ടെത്തും? ഞാൻ ഖുർആനിൽ നിന്ന് കണ്ടെത്തും. അപ്പൊ ഖുർആനിൽ നീ കണ്ടിട്ടില്ല, അപ്പൊ ഖുർആനിൽ കാണാത്തതുണ്ട്. ഖുർആനിൽ കണ്ടിട്ടില്ലെങ്കിലോ എന്ന ചോദ്യത്തിന്റെ സാധ്യത എന്താണ്? ഖുർആനിൽ കാണാത്തതുണ്ട് എന്നാണ്. അപ്പോൾ നീ ഇവിടുന്ന് കണ്ടെത്തും? ഞാൻ ഹദീസിൽ നിന്ന് കണ്ടെത്തും. റസൂലുള്ളാഹിന്റെ വീണ്ടും ചോദ്യം, ഹദീസിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിലോ ഞാൻ ഗവേഷണം ചെയ്യും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും മസ്അലകൾ ഓരോന്നോരോന്നായി പറഞ്ഞിട്ടില്ല. ഹദീസിലോ 23 വർഷത്തെ ജീവിതത്തിലോ അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിലോ ഓരോ കർമ്മശാസ്ത്രപരമായ ഓരോ ശാഖാപരമായ വിശ്വാസങ്ങളും ഓരോ ശാഖാപരമായ കാര്യങ്ങളും അതുപോലെ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ പുതുതായ കാര്യങ്ങളുടെ വിഷയങ്ങൾ അതിന്റെ ഓരോന്നിന്റെയും മസ്അല പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അത് എങ്ങനെ കണ്ടെത്തും? റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഇല്ല, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലെങ്കിൽ ഇവരുടെ ഭാഷപ്രകാരം, ഈ പുത്തൻ പ്രസ്ഥാനക്കാരുടെ ഭാഷപ്രകാരം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്താ ചോദിക്കേണ്ടത്? നബിയെ, അങ്ങയുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എന്നല്ലേ ചോദിക്കേണ്ടത്. മറിച്ച് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഞാൻ ഗവേഷണം ചെയ്യും, ഞാൻ അതിൽ നിന്ന് എന്റെ കഴിവിന്റെ പരമാവധി ഗവേഷണം ചെയ്ത് കണ്ടെത്തിയിട്ട് അതിന്റെ വിധി പറഞ്ഞു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതല്ലേ സുന്നികളും ചെയ്യുന്നത്? സുന്നികൾ ഇവിടെ ഈ നബിദിനാഘോഷത്തിന്റെ ഈ പുതിയ രൂപവും ഭാവവും വന്നത് മുതൽ എല്ലാ ഉലമാവുകളും ഇതിന് നിരൂപണം നടത്തിയില്ലേ? എല്ലാ ഉലമാവും ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര പ്രകാരം ഷാഫിഈ മദ്ഹബിൽ എന്താണ്, മാലിക്കി മദ്ഹബിൽ എന്താണ്, ഓരോ മദ്ഹബ് പ്രകാരവും അതിന്റെ വിധി പറഞ്ഞില്ലേ? ഇത്രയല്ലേ ഇവിടെ നടന്നിട്ടുള്ളൂ. അപ്പൊ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? 23 വർഷത്തെ ജീവിതത്തിനിടയിൽ ഓരോ ശാഖാപരമായ വിശ്വാസത്തിന്റെയും മസ്അല റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റസൂലുള്ളാഹി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ എല്ലാത്തിന്റെയും മസ്അല ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എല്ലാത്തിന്റെയും വിധി 23 വർഷത്തെ ജീവിതത്തിനിടയിൽ എല്ലാ കാര്യങ്ങളുടെയും വിധി ഓരോന്നോരോന്നായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഫിഖ്ഹിന്റെ ആവശ്യം എന്താണ്? ഇവരുടെ നേതാവ് ഇബ്നു തൈമിയ്യക്ക് മജ്മുഉൽ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥമില്ലേ? ഏത് ഇവരുടെ നേതാവിനാണ് ഫിഖ്ഹിന്റെ ഗ്രന്ഥമില്ലാത്തത്? അതുപോലെ ഫത്താവകളില്ലേ? ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ഉള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പ്രമാണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനമായി പുതുതായി വരുന്ന കാര്യങ്ങൾക്ക്, അതിൽ വ്യക്തമായി ഖുർആനിലോ ഹദീസിലോ വ്യക്തമായി പറയാത്ത കാര്യങ്ങൾക്ക് നാം അത് അടിസ്ഥാനത്തിൽ മുജ്തഹിദുകളായ ഇമാമുകൾ ഗവേഷണം ചെയ്തിട്ട് വിധി പറയും. ഇങ്ങനെ എത്ര വിധി പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തതുകൊണ്ട് പാടില്ല, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുന്നത് എത്ര വലിയ മൗഢ്യമാണ്. സത്യം മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.